വീഡിയോ നിങ്ങൾ സൂക്ഷിച്ച് കാണണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ലോ മോഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ അനുമോളുടെ കൈ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഗൈസ്, ഇന്നലെ നമ്മൾ ഒരു പ്രൊമോ കണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇത് പ്യുവർലി എൻ്റെ ഒരു തോട്ടാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒബ്സർവ് ചെയ്തപ്പോൾ എൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഇതിനകത്ത് ആരും PR-നെ എടുത്തിട്ടുണ്ട്. ഇത് PR ആണെന്ന് പറയുന്നവർക്കും കൂടിയിട്ടുള്ള ഒരു മറുപടിയാണ്. ചില ആൾക്കാർ പർപ്പസ്ഫുള്ളി എത്ര കാര്യങ്ങൾ നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർ PR ആണെന്ന് പറയും. അവർ ആക്ച്വലി മറ്റാൾക്കാരുടെ PR ആണ്. മറ്റാൾക്കാരുടെ PR-ന്റെ ഉദ്ദേശം ഇപ്പോഴത്തെ ആൾക്കാരുടെ PR-നെ വലിച്ചു താഴെയിടുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ടിൽ നൗ നമുക്കൊരു പ്രൊമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഈ പോയവരിൽ ആരെങ്കിലും ഒരാൾ ഔട്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു സസ്പെൻസ്ഫുൾ പ്രൊമോ വന്നേനെ. അപ്പൊ ഞാനിവിടെ 3 പിക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൽ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവര് ഓടിപ്പോയിട്ട് എടുത്തിരിക്കുന്ന പൈസകളിൽ അനുമോൾക്കാണ് കൂടുതൽ പൈസ കിട്ടിയേക്കണെന്ന് തോന്നുന്നു. കാരണം ഈ ബാക്കി ആദിലയുടെയും പുള്ളിയുടെയും കയ്യിൽ ഉള്ള കെട്ടും അനുവിന്റെ കയ്യിലുള്ള കെട്ടും കണ്ടാൽ മനസ്സിലാവും കുറച്ച് കൂടുതൽ കെട്ട് അനുവിന്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അനുവിനായിരിക്കും കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പൈസ എന്താ, പൈസയുടെ മൂല്യം എന്താ, പൈസ ഇല്ലാത്തതിന്റെ പ്രശ്നം എന്താന്നൊക്കെ മനസ്സിലാക്കി സ്ട്രഗിൾ ചെയ്തൊരു വ്യക്തിയാണ് അത്. സോ ഇഫ് ഇറ്റ് ഈസ് ഹാപ്പൻ, അതായത് അനുമോളോ അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തായിരുന്നെങ്കിൽ കാണിച്ചു. അപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നത് അനുവിനാണ് കൂടുതൽ കിട്ടിയേക്കണേന്നാണ്. ഇവിടെയുമാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും കാറിൽ ചെന്നപ്പോൾ PR അവിടെ ഉണ്ടായിരുന്നു, PR അനുവിന്റെ കയ്യിലേക്ക് പൈസ എടുത്ത് വച്ചു കൊടുത്തു എന്നുള്ള ബ്ലണ്ടർ നോൺസെൻസ് ഒന്നും ആരും പറയാതിരിക്കുക. ഇതെന്റെ ഒരു അസംഷൻ ആണ്. അസംഷൻ ഇൻ ദ സെൻസ് ലൈക്ക് ഇത് ഞാൻ നോക്കിക്കഴിയുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു തോട്ടാണ്. അത് നിങ്ങൾക്കും ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഓടിപ്പോയിട്ട് എടുക്കുന്ന സമയത്ത് അത് ആ ഒരു വീഡിയോ ഞാനിവിടെ സ്ലോ മോഷനിൽ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കൊടുക്കല്ലേ, എന്നാൽ കൊടുക്കാം. ഞാൻ വീഡിയോ ഇതിൽ ഞാൻ പ്ലേ ചെയ്യാം. ഫസ്റ്റ് ഞാൻ തന്നെ പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ പിക്കിൽ നോക്കുമ്പോൾ മനസ്സിലാവും അനുവിന്റെ കയ്യിലുള്ള നോട്ടിന്റെ കെട്ട് ഇത്തിരി കൂടുതലാണ് കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരുടെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയാണ് ആ സാധനം. അപ്പോഴേക്കും ഇപ്പോഴത്തെ ടൈം ഏകദേശം കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷെ അനുവിനായിരിക്കാം കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ടാവുക. അതിന്റെ അർത്ഥം അനു ഔട്ട് ആവില്ല എന്നായിരിക്കാം. ഇതൊക്കെ നമുക്ക് ഉറപ്പില്ല. എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ ഇവിടെയും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു എഫേർട്ട്, ഈ ഒരു സംഭവം കാര്യങ്ങളൊന്നും ഒരിക്കലും PR ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറയരുത്. കാരണം അനുമോള് തനിയാണ് ഓടിപ്പോയിട്ട്, അനുമോളും അതിലും അക്ബറുമാണ് ഓടിപ്പോയിട്ട് സംഭവങ്ങൾ എടുത്തിരിക്കുന്നത്. അല്ലാതെ അനുമോൾക്ക് പകരം അനുമോളുടെ PR അല്ലെങ്കിൽ കാറിൽ അനുമോളുടെ പൈസ എടുക്കണേണ്ട അവിടെ PR ഇരിക്കോ, PR എടുത്ത് കയ്യിൽ പൈസ വെച്ച് കൊടുക്കുക കാര്യങ്ങളൊന്നല്ല ചെയ്തിരിക്കുന്നത്. അപ്പൊ ആസ് ഓഫ് നൗ എന്തായാലും ഒരു അത്യാവശ്യം പൈസ കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണെന്ന് തോന്നുന്നു. കിട്ടട്ടെ അല്ലേ, പാവം കഷ്ടപ്പാടൊക്കെ മാറട്ടെ.